ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല നാടൻ കറികളും കപ്പയും വാള മീനും ഒക്കെ കൂട്ടി ഒരു ഉച്ചയൂണാണ് റെഡിയാക്കാൻ പോകുന്നത്. കുറേ നാളായി വാള മീൻ കഴിച്ചിട്ടും, അതും നല്ല ഫ്രഷ് മീൻ. അടുത്തുള്ള മാർക്കറ്റിൽ നിന്ന് തന്നെയാണ് വാങ്ങിയത്. അതിൻ്റെ കൂടെ കപ്പയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. മീനിന് ആവശ്യമായിട്ടുള്ള ഒരു വലിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. ഇതില്ലെങ്കിൽ 4 കുടംപുളി എടുക്കാം. ഇത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് കുതിർക്കാം. ഒരു വലിയ മുറി തേങ്ങ ചിരകിയതും കുറച്ച് ഉള്ളിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി. ഇതൊന്ന് അരച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ വാള മീനാണ് മുറിച്ച് വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ള വലിപ്പത്തിന് മുറിച്ചെടുക്കാം. ഇതിൽ അരച്ച മസാല ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. മുമ്പൊരു വീഡിയോയിൽ വാള വൃത്തിയാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മീൻ വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. പുളിവെള്ളവും ഉപ്പും ചേർക്കാം. ഇതിനു മുമ്പും ഞാനൊരു വാള മീനിന്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. അത് വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 2 വലിയ പച്ചമുളക് കീറിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മീനൊന്ന് തിളച്ചിട്ടുണ്ട്. ഒന്ന് ചുറ്റി വെച്ച് കൊടുക്കാം. അടിയിൽ പിടിക്കും. മീൻ തിളച്ചതിന് ശേഷം ഒന്ന് ചുറ്റിയിട്ട് 1/4 ടീസ്പൂൺ വറുത്ത ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മീൻ തിളച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം. അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ മീൻ കുറച്ചുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. എനിക്ക് കുറച്ച് കറിയായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കറിവേപ്പില ഇടാം. തണുക്കുമ്പോൾ കുറച്ചുകൂടി വറ്റും. ഇനി കപ്പ ഉണ്ടാക്കാം. കഴുകി വൃത്തിയാക്കി വട്ടത്തിനരിഞ്ഞ കപ്പയാണ്. വളരെ കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. മസാലയ്ക്കായിട്ട് കുറച്ച് തേങ്ങ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2-3 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 1 പച്ചമുളക്, അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. നമ്മുടെ കപ്പ എന്തായെന്ന് നോക്കാം. ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് 4-5 മിനിറ്റ് ആയി. ഈ കപ്പ പെട്ടെന്ന് വേകുന്നതല്ല. അതുകൊണ്ട് ഈ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് രണ്ടാമത് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് വീണ്ടും ഒന്ന് വേവിക്കും. 5-8 മിനിറ്റ് വേകുമ്പോഴേക്കും നല്ലതുപോലെ വെന്തുടഞ്ഞു വരും. ഇപ്പോൾ കപ്പയുടെ നിറമൊക്കെ മാറി കുറച്ച് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞതിന് ശേഷം അരപ്പ് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് ചൂടാക്കിയെടുക്കണം. കപ്പ ആയാലും ചക്ക ആയാലും അരപ്പ് നല്ലതുപോലെ ചൂടാകണം, അല്ലെങ്കിൽ അത് പച്ച ചുവയ്ക്കും. ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ഇളക്കിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ റെഡി. ഇനിയുള്ള ചീരത്തോരനാണ്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയ ചീര അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ച് അല്പം കടുകിടാം. വെളിച്ചെണ്ണയാണിത്. ഒരു വറ്റൽമുളക് കൂടി ഇട്ട് ഇളക്കിയിട്ട് ചീര ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് 1 മിനിറ്റിൽ റെഡിയാകുന്നതാണ് ചീരത്തോരൻ. ഞാനതിൻ്റെ ഇല മാത്രമാണ് ഇട്ടത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വേഗം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. മസാലയ്ക്കായിട്ട് കുറച്ച് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ജീരകവും മാത്രമാണ് എടുത്തിട്ടുള്ളത്. തരിതരിപ്പായിട്ട് അരച്ചെടുത്തതാണ്. ഇതിന് ചീരയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. 1 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി നല്ല അരപ്പ് ചൂടാകണം. അതുവരെ ഇളക്കി ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ റെഡിയായി നമ്മുടെ ചീരത്തോരനും. ഇനി അടുത്തതായിട്ട് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടിയാണ്. വെണ്ടയ്ക്ക ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി അല്പം കടുക് ചേർക്കാം. കടുക് പൊട്ടുമ്പോഴേക്കും 1 വറ്റൽമുളക് ചേർക്കാം. ഒരല്പം കറിവേപ്പില ചേർക്കാം. ഒരു ചെറിയ സവാളയുടെ പകുതി അരിഞ്ഞതാണ്, അത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ 3-4 വെളുത്തുള്ളിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് വെണ്ടയ്ക്ക ചേർക്കാം. വെണ്ടയ്ക്ക 6-7 വെണ്ടയ്ക്കേ ഉള്ളൂ, അതിനാണ് ഇത്രയും വെളുത്തുള്ളിയും ഉള്ളിയും എടുത്തത്. സാധാരണ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടുമ്പോൾ സവാളയും വെളുത്തുള്ളിയും ഒന്നും ചേർക്കാറില്ലല്ലോ. ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കിക്കേ. പച്ചമുളക് കൂടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. 6-7 മിനിറ്റ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക ഫ്രൈ റെഡി.
ഇനിയുള്ളത് രസമാണ്. അതിലേക്ക് വേണ്ടി 1 ടേബിൾ സ്പൂൺ കുരുമുളകും 3 വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തതിലേക്ക് ഇത് ചേർക്കാം. ഒരു ടൊമാറ്റോ അരച്ചെടുത്തതാണ്. ഇത് ഫ്രീസറിലിരുന്നതാണ്. കൂടുതൽ ടൊമാറ്റോയൊക്കെ വാങ്ങുമ്പോഴേക്ക് കുറച്ചിതുപോലെ അരച്ചു വെച്ചാൽ ഇങ്ങനെയുള്ള കറികൾക്കിടാൻ എളുപ്പമാണ്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവ, 1/2 ടീസ്പൂൺ കായം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. 2-3 മിനിറ്റ് തിളയ്ക്കണം നന്നായിട്ട്. ഇതിന് കടുക് താളിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക്, ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടിയിട്ട് മൂപ്പിക്കാം. ഇതിൽ ഒരു വലിയ വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, അത് മൂത്ത് വരുമ്പോഴേക്ക് അല്പം മുളക് പൊടി കൂടി ചേർക്കാം. ഇതിനി നമുക്ക് രസത്തിലോട്ട് ഒഴിക്കാം. അപ്പം നല്ല കളർ കിട്ടാനാണ് ഈ മുളക് പൊടി ലാസ്റ്റിൽ ചേർത്തത്. മല്ലിയില ഇടാം. അപ്പോൾ നമ്മുടെ വിഭവങ്ങളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീനിൻ്റെ കളർ നോക്കിക്ക് നല്ലതുപോലെ വറ്റി നല്ല കളർ വന്നിട്ടുണ്ട്. എല്ലാം റെഡിയാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി. ഒട്ടും ഞാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ചമ്പാവരി ചോറാണെന്ന്. എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള കപ്പയുണ്ട്. അപ്പോൾ ഇനി ഒട്ടും താമസിക്കുന്നില്ല. കുറച്ച് ചോറെടുത്തോ കപ്പ എടുത്തോ. ഇനി തോരനാണ്. അത് കഴിഞ്ഞ് വെണ്ടയ്ക്ക മെഴുക്ക് വരട്ടി. മീന് സെപ്പറേറ്റ് ആയിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇതെല്ലാം കൂടി മിക്സായി പോവും. മീനിൻ്റെയും കറിയുടെയൊക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. ആവശ്യാനുസരണം അത് കപ്പയിലോട്ട് ഒഴിച്ച് കഴിക്കാം. നെല്ലിക്ക ഉപ്പിലിട്ടതാണ്. ചോറിലേക്ക് അല്പം രസം ഒഴിക്കാം. ഈ മീന് ഇന്ന് കഴിക്കുന്നതിനേക്കാളും നാളെ കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ്. ചട്ടിയിലായതുകൊണ്ട് ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട കാര്യമില്ല. 2-3 ദിവസം വരെ രാവിലെയും വൈകിട്ടും നന്നായി ചൂടാക്കി വറ്റിച്ച് വെച്ച് നോക്കിക്ക് മീൻ ഒരിക്കലും കേടാവുകയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാൻഡ്.